പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് വീണ്ടും സ്വാഗതം. പൂരാടം നക്ഷത്രക്കാർക്ക് 2026 എന്ന പുതുവർഷത്തിൽ അനുഭവപ്പെടുന്ന ഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. പൂരാടം ധനുക്കൂറിൽ ഉൾപ്പെടുന്ന നക്ഷത്രമാണ്. 2026 വ്യാഴം അവരുടെ 7ലും 8ലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്, 7ാം ഭാവത്തിലും 8ാം ഭാവത്തിലും. 2026 മധ്യം വരെ വ്യാഴം 7ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിൻ്റെ ഗുണഫലങ്ങൾ കൂടുതലായിട്ട് ലഭിക്കും. അതിനുശേഷമാണ് 8ാം ഭാവത്തിലേക്ക് മാറുന്നത്. ശനി 4ാം ഭാവത്തിൽ കണ്ടകശനി രൂപത്തിൽ വർഷം മുഴുവൻ തുടരുന്നു. രാഹു വർഷം മുഴുവൻ, കൃത്യമായിട്ട് പറഞ്ഞാൽ ഡിസംബർ 5 വരെ 3ാം ഭാവമായ കുംഭത്തിൽ തുടരുന്നു. കേതു 9ാം ഭാവത്തിലുമാണ്, ചിങ്ങത്തിൽ. അപ്പോൾ ഈ ഒരു സമയത്തുണ്ടാകുന്ന അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ ജോലി സ്ഥലത്തും വീട്ടിലും സമാധാനം കുറയുകയും ചില സന്ദർഭങ്ങളിൽ നമ്മുടെ പ്രവർത്തന മേഖലയിലൊക്കെ മാനസിക പിരിമുറുക്കം അനുഭവപ്പെടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഓർക്കും വ്യാഴം 7ൽ സഞ്ചരിക്കുമ്പോൾ എങ്ങനെയാണ് ഇതിനുള്ള കാരണം ഉണ്ടാകുന്നതെന്ന്. അതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൂരാടം നക്ഷത്രക്കാരുടെ സ്വഭാവ പ്രത്യേകതകളും കൂടെ മനസ്സിലാക്കുമ്പോഴാണത് നമ്മൾ കൃത്യമായിട്ട് അറിയാൻ കഴിയുന്നത്. വിനയമുള്ളവരും സത്യസന്ധരുമൊക്കെ ആണെങ്കിലും ചിലപ്പോൾ അഹങ്കാരം കാണിക്കുക, വാശി കാണിക്കുക, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാനുള്ള പ്രവണത, ഇതൊക്കെ പൂരാട നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും ഈ വ്യാഴം അനുകൂലമായിട്ട് നിന്നാലും ഇവർക്ക് ചില പ്രതികൂല സാഹചര്യങ്ങൾ നേരിടേണ്ടി വരുന്നത്. അപ്പോൾ ഈ നമ്മൾ നക്ഷത്രഫലം പറയുമ്പോൾ കൂറിൻ്റെ ഫലം മാത്രം പറഞ്ഞാൽ അത് ശരിയാകില്ല. നക്ഷത്രത്തിൻ്റെ സ്വഭാവ പ്രത്യേകതകൾ കൂടെ പറഞ്ഞാൽ മാത്രമേ കൃത്യമായൊരു ഫലം കിട്ടൂ എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ ഫലത്തിലേക്ക് കടക്കുമ്പോൾ വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ വ്യാഴത്തിൻ്റെ 7ാം ഭാവത്തിലെ സ്ഥാനഗുണം കൊണ്ട് ആഗ്രഹങ്ങൾ പലതും സാധിച്ചു കിട്ടും. ഒരുവിധം ഭംഗിയായിട്ട് തന്നെ വരുമാന കാര്യങ്ങളൊക്കെ, അതായത് ധനാഗമ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുമെങ്കിലും കണ്ടകശനി ഉള്ളതുകൊണ്ട് തടസ്സങ്ങൾ ഇടയ്ക്കിടെ നേരിട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് പൊതുവെ നോക്കുമ്പോൾ പൂരാട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വർഷം ഗുണദോഷ സമ്മിശ്രമാണ് എന്ന് പറയാം. ജനുവരി മുതൽ ജൂൺ ആദ്യവാരം വരെയുള്ള സമയം ഗുണകരമായതുകൊണ്ട് വിവാഹയോഗമുണ്ടാകാൻ സാധ്യതയുണ്ട്, സന്താനയോഗമുണ്ടാകാം, സന്തതികൾക്ക് അഭിവൃദ്ധി ഉണ്ടാകാം, ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനും യോഗമുണ്ട്. പുതിയ വാഹനം വാങ്ങാൻ സാധിക്കുന്നതാണ്. വീട് നിർമ്മാണത്തിലെ തടസ്സങ്ങളൊക്കെ മാറിയിട്ട് വീട് പണി പൂർത്തിയാക്കാൻ സാധിക്കും. അതുപോലെ സ്ഥലം വാങ്ങിച്ചിട്ട് പുതിയ വീട് വെക്കാനൊക്കെ ഈ വർഷം സാധിക്കുന്നതാണ്, പ്രത്യേകിച്ച് ജൂണിന് മുമ്പുള്ള സമയത്ത്. ദൂരദേശ യാത്രകൾക്ക് സാധ്യതയുണ്ട്. 4ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള കലഹമോ അഭിപ്രായ വ്യത്യാസമോ മൂലം അല്പം അസ്വസ്ഥത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളുടെ പിണക്കമോ അല്ലെങ്കിൽ അവരുടെ വേർപാടോ ഉണ്ടാകുന്നത് കൊണ്ട് ദുഃഖം അനുഭവപ്പെട്ടേക്കും. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സംബന്ധമായ വിഷമങ്ങൾ ഉണ്ടായേക്കാം. സാങ്കേതിക പഠനം പൂർത്തിയാക്കിയവർക്ക് അവസരങ്ങൾ കൈവരുന്നതാണ്. പഠനമോ തൊഴിലോ സംബന്ധിച്ച് അന്യദേശത്തേക്ക് പോകാനും സാധ്യതയുണ്ട്. പൂരാട നക്ഷത്രക്കാർക്ക് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളികൾ ഉയരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പുകളൊക്കെ വരുന്ന ഒരു സന്ദർഭത്തിൽ നമ്മളുടെ സ്ഥാനത്തിന് ഭീഷണിയാകുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട സ്ഥാനമാനങ്ങൾ നമുക്ക് തരാതെ വൈകിപ്പിക്കാനുള്ള ചിലരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകാം. പക്ഷേ എതിരാളികളുടെ ഉപജാപങ്ങളെ തോൽപ്പിക്കാനുള്ള കഴിവും അതിനുള്ള ധൈര്യമൊക്കെ ഉണ്ടാകും. അനുയായികളുടെ പിന്തുണ നമുക്ക് കരുത്ത് പകരുന്ന ഒരു കാര്യമാണ്. ഈ ഗ്രഹാവസ്ഥ കൊണ്ട് അത് ലഭിക്കുന്നതാണ്. ജീവിതത്തിൽ പുതിയ ശീലങ്ങൾക്കും പല ശീലങ്ങൾക്കും തുടക്കം കുറിക്കുന്ന ഒരു കാലഘട്ടമാണ്. ധനപരമായ കരുതൽ എല്ലാ കാര്യത്തിലും ഉണ്ടാകേണ്ടതുമാണ്. വീട്ടിലെ അറ്റകുറ്റപ്പണികളെല്ലാം പൂർത്തിയാക്കാൻ സാധിക്കും. അടുക്കളയുടെയൊക്കെ പണി പൂർത്തിയാക്കുകയോ അല്ലെങ്കിൽ നിലവിലുള്ള അടുക്കള ഒന്ന് മാറ്റിപ്പണിയുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യതയും ഉണ്ട്. അനുരാഗത്തിൽ തെറ്റിദ്ധാരണകൾ ഉയരുന്നതുകൊണ്ട് അല്പം മനപ്രയാസമൊക്കെ പ്രണയിക്കുന്നവർക്ക് ഉണ്ടായേക്കാം. സാമാന്യമായ ദാമ്പത്യ സൗഖ്യമേ പ്രതീക്ഷിക്കാൻ കഴിയൂ. 4ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നത് കൊണ്ട് അല്പം അഭിപ്രായ വ്യത്യാസങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷേ ശനി സഞ്ചരിക്കുന്നത് വ്യാഴത്തിൻ്റെ രാശിയിലായതുകൊണ്ട് വലിയ യുദ്ധങ്ങളിലേക്ക് പോകുകയില്ല. എങ്കിലും എപ്പോഴും ഒരു കലഹം എന്ന് പറഞ്ഞുകൂടാ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും, ഒരു ചേർച്ചക്കുറവ്. വർഷമധ്യത്തിന് ശേഷം ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളാണ് പൂരാട നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നത്. കാര്യം വ്യാഴം അഷ്ടമത്തിലേക്ക് എത്തുന്നു. ഈ സമയത്ത് ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ പാലിക്കേണ്ടതാണ്. ഇത് വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം ആരോഗ്യകാര്യത്തിൽ. പക്ഷേ ഇവിടെയും ഒരു ഗുണമുണ്ട്. വ്യാഴം ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് എത്തുന്നത് കൊണ്ട് വലിയ രോഗമോ വലിയ തോതിലുള്ള വീഴ്ചകളോ വലിയ ധനനഷ്ടങ്ങളോ ചതിവ് പറ്റാനോ ഒന്നും അത്ര സാധ്യതയില്ല. എങ്കിലും നമ്മൾ വളരെ സൂക്ഷിക്കണം. അഷ്ടമ വ്യാഴം എന്ന് പറയുന്നത് എപ്പോഴും മനസ്സിന് ദുഃഖമുണ്ടാക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് പ്രാർത്ഥനകളും വഴിപാടുകളുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണം. ഒന്നുമല്ലെങ്കിൽ നമ്മൾ മനസ്സിനെ എപ്പോഴും
നല്ല രീതിയിൽ ശുഭകരമായ കാര്യങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് പോകണം. പ്രാർത്ഥനയുള്ളവർക്ക് അത് വളരെ എളുപ്പമാണ്. അല്ലാത്തവർ പോസിറ്റീവ് വൈബുകളൊക്കെ ഉപയോഗിച്ച് മനസ്സിനെ ശുദ്ധീകരിച്ച് മുന്നോട്ട് പോവുക. മറ്റുള്ളവരുടെ പ്രലോഭനങ്ങളോ ചതിയിലോ ഒക്കെ അകപ്പെടാതെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ധനം ഉപയോഗിച്ചോ സ്വാധീനശക്തി ഉപയോഗിച്ചോ തെറ്റായ മാർഗ്ഗങ്ങളിലൂടെയൊക്കെ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഈ പ്രലോഭനം കൊണ്ട് വരുന്നത് നമുക്ക് അറിയാവുന്ന ആൾക്കാർ, സുഹൃത്തുക്കളൊക്കെ ആയിരിക്കും. പക്ഷേ അതിലൊന്നും വീണു പോകരുത്. ആരെല്ലാം നിർബന്ധിച്ചാലും എടുത്തു ചാടി ഒന്നും ചെയ്യരുത് എന്നുള്ളതാണ് പ്രധാനം. വ്യാഴം 7-ൽ സഞ്ചരിക്കുന്ന കാലത്ത് വിവാഹം നടക്കാൻ യോഗമുണ്ട്. അതായത് ജൂണിന് മുമ്പുള്ള സമയം. വ്യാഴം അഷ്ടമത്തിലേക്ക് വരുമ്പോഴും വിവാഹ സാധ്യതയുണ്ട്. പക്ഷേ മറ്റേ അത്രയും ഇല്ല എന്ന് മാത്രം, മുൻകാലത്തുള്ള അത്രയും ഇല്ല. പക്ഷേ മിക്കവരുടെയും കാര്യത്തിൽ അഷ്ടമ വ്യാഴം വരുന്ന സമയത്ത് എങ്ങനെയാണ് ഈ വിവാഹ അല്ലെ മംഗള യോഗം വരുന്നതെന്ന് പറഞ്ഞാൽ, മക്കളുടെ ആകാം, അടുത്ത ബന്ധുക്കളുടെ ആകാം, അല്ലെങ്കിൽ അനന്തരവന്മാരുടെയോ അനന്തരവന്മാരുടെയൊക്കെ വിവാഹങ്ങൾ നടക്കാം. കൊച്ചുമക്കളുടെയൊക്കെ വിവാഹം നടക്കാം. സ്വന്തം വിവാഹം നടക്കുന്നത് എപ്പോഴും വ്യാഴം ശുഭസ്ഥാനത്ത് നിൽക്കുമ്പോഴായിരിക്കും. അഷ്ടമ വ്യാഴ സമയത്ത് ഇതിനൊരു മംഗളകരമായ അവസ്ഥയുണ്ട്. വിവാഹം മക്കളുടെയോ കൊച്ചുമക്കളുടെയൊക്കെ വിവാഹം നടക്കുമ്പം അതിനൊരു മംഗളകരമായ ഒരു ഭാഗമുണ്ട്. അതേപോലെ തന്നെ പണച്ചെലവ് നന്നായിട്ടുണ്ടാകുന്ന കാലമാണ്. അപ്പോൾ അഷ്ടമവ്യാഴം നമ്മളെക്കൊണ്ട് കണ്ണീര് കുടിപ്പിക്കും എന്നൊക്കെ പറഞ്ഞാൽ, ഈ മംഗളകരമായ കർമ്മങ്ങൾ ഇവിടെ നടക്കുമ്പം നമുക്ക് ആ പണത്തിന് വേണ്ടി നന്നായിട്ട് അലയേണ്ടി വരും. അപ്പോൾ അങ്ങനെ, എന്നാൽ വ്യാഴം നൽകുന്നത് മംഗളമല്ലേ എന്ന് ചോദിച്ചാൽ അവിടെ അതിനുള്ള സാധ്യതയും ഉണ്ടാകുന്നു എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. സന്താന ലാഭം ഈ വർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വ്യാഴം ദുസ്ഥാനത്ത് വരുന്ന വർഷത്തിൻ്റെ 2ാം പകുതിയിൽ പല കാര്യങ്ങൾ കൊണ്ടും മനോവിഷമം വർദ്ധിക്കും. ജോലിയിലും മറ്റ് സമ്മർദ്ദവും സഹപ്രവർത്തകരുടെ സഹകരണക്കുറവും കാരണം നമ്മളിപ്പം നിലവിൽ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് മാറിപ്പോകാനായിട്ട് മനസ്സെപ്പോഴും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ബന്ധുക്കളുമായിട്ട് കലഹം ഉണ്ടാകാം. ജാതകത്തിൽ വ്യാഴം ദുസ്ഥാനത്തുള്ളവർക്ക് ധനനഷ്ടം, ആപത്തുകൾ, സ്ഥാനഭ്രംശം എന്നിവയുണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് വ്യാഴം 3, 6, 8, 12 ഭാവങ്ങളിലാണ് ജാതകത്തിൽ നിൽക്കുന്നതെങ്കിൽ, നമ്മുടെ ജാതകം എടുത്തിട്ട് നോക്കുമ്പം അതിനകത്ത് ലഗ്നം എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ആ ബോക്സിൻ്റെ 3-ലോ 6-ലോ 8-ലോ 12-ലോ ആണ് ജനന സമയത്ത് വ്യാഴം നിൽക്കുന്നതെങ്കിൽ അവർക്ക് ഈ ഒരു സമയത്ത് വ്യാഴം അഷ്ടമ രാശിയിലേക്ക് വരുന്ന സമയത്ത് ധനനഷ്ടവും ആപത്തുകളും വീഴ്ചകളുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ 7-ൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലത്ത് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകൾ വളരെ മെച്ചപ്പെടും. 7-ാം ഭാവം എന്ന് പറയുന്നത് പങ്കാളിത്തങ്ങളെ സൂചിപ്പിക്കുന്ന ഭാവമാണ്. അപ്പോൾ അതുകൊണ്ട് ദാമ്പത്യ സൗഖ്യവും ഉണ്ടാകും ഒരു പരിധിവരെ. പിന്നെ ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ് മെച്ചപ്പെടും. ഈ വ്യാഴം അഷ്ടമ വ്യാഴമായിട്ട് മാറിക്കഴിയുമ്പോൾ 8-ാം ഭാവത്തിലേക്ക് വന്നു കഴിയുമ്പോൾ പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടർന്നു പോവും. പക്ഷേ പങ്കാളികൾ തമ്മിലുള്ള ആ വിശ്വസ്തത കുറയും, അടുപ്പം കുറയും. നേരിയ തടസ്സങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നത് സമയം വെറുതെ പാഴാകാൻ കാരണമായേക്കാം. പ്രണയിക്കുന്നവർക്ക് വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ കുറേ സന്തോഷം ഉണ്ടാകുമെങ്കിലും 2ാം പകുതിയിൽ തമ്മിൽ പല തെറ്റിദ്ധാരണകളും ഉണ്ടാകാനും സാധ്യതയുണ്ട്. പിന്നെ ജോലിക്കാരുടെ കുറവ്, ധനലഭ്യത കുറവ് എന്നിവ കൊണ്ട് വീട് നിർമ്മാണം മെല്ലെയാകാനും സാധ്യതയുണ്ട് ജൂണിന് ശേഷം. വ്യാഴം മാറുന്ന സമയത്ത് ഈ സാമ്പത്തിക ബാധ്യത വർദ്ധിക്കാതെയും കടബാധ്യത വരാതെയൊക്കെ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്നുമല്ലെങ്കിൽ ആ വ്യാഴം മാറുന്ന ആ ട്രാൻസിറ്റ് പീരീഡ് ഉണ്ടല്ലോ, ജൂൺ 1, 2 ആ ഒരു ആഴ്ചയിലെങ്കിലും നമ്മൾ ധനപരമായിട്ട് വലിയ ഇടപാടുകൾക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. വ്യാഴം രാശി മാറുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം എല്ലാവർക്കും. കുടുംബാംഗങ്ങൾക്ക് ഓരോരോ അസുഖങ്ങൾ മാറി മാറി വരാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ കൺട്രോളിന് അതീതമായിട്ട്, നമ്മുടെ നിയന്ത്രണത്തിന് അതീതമായിട്ട് പല കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കും. ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന് പ്രതികൂലമായ ചില പെരുമാറ്റങ്ങളുണ്ടാകാം. പിന്നെ ബന്ധുക്കളിൽ തന്നെ ചിലർ ഇടയ്ക്ക് നിന്ന് കളിക്കുന്ന, അതായത് നമ്മളെ ഒന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കും, മറ്റേയാളിനെ ഒന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്ന ഒരു രീതി പോലും നമുക്ക് നേരിടേണ്ടി വന്നേക്കാം. ഇതൊക്കെ നമുക്ക് കുറേ മനപ്രയാസവും വെറുപ്പും എല്ലാം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണിത്. ശത്രുക്കളുടെ ഭാഗത്തു നിന്നും ചില ദ്രോഹപ്രവൃത്തികളും ഈ സമയത്ത് ഉണ്ടായേക്കാം. പക്ഷേ ഇവിടെയും ഒരു ഗുണപരമായ ഒരു ഗ്രഹാവസ്ഥയുണ്ട്. രാഹു 3-ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് വലിയ തോതിലുള്ള ദോഷങ്ങൾ ഉണ്ടാവുകയില്ല. രാഹു 3-ാം ഭാവത്തിൽ വളരെ ശക്തനായിട്ട് കുംഭൻ രാശിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് രാഹുവിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കും. പക്ഷേ രാഹു എന്ന് പറയുന്ന ഒരു പാപഗ്രഹമായതുകൊണ്ട് പൂർണ്ണ ഗുണം തരികയുമില്ല. ആ 3-ാം ഭാവത്തിൽ നിൽക്കുന്നതിൻ്റെ സ്ഥാനഗുണം കൊണ്ടുള്ള ശത്രുദോഷമൊക്കെ കുറയും. കുറേ ശത്രുക്കളെ നമുക്ക് എതിർക്കാനും സാധിക്കും. വലിയ ചതിക്കുഴി ചെന്ന് പെടാതെ കുറച്ച് രക്ഷയും ഉണ്ടാകും.
എന്നാലും വളരെ ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാൻ. ആരോഗ്യകാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് വഴിപാടുകളെപ്പറ്റി നോക്കുമ്പോൾ വ്യാഴത്തിൻ്റെ ഗുണം ലഭിക്കാൻ നിത്യവും വിഷ്ണു സ്തോത്രം ജപിക്കുകയും വിഷ്ണു ക്ഷേത്രത്തിലോ അവതാരമൂർത്തി ക്ഷേത്രത്തിലോ അർച്ചന നടത്തുകയും ചെയ്യുക. വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രത്തിലോ നരസിംഹമൂർത്തിയുടെ ക്ഷേത്രത്തിലോ വാമനമൂർത്തിയുടെ ക്ഷേത്രത്തിലോ ഒക്കെ അർച്ചന നടത്തുക. പരശുരാമ ക്ഷേത്രത്തിലോ ഒക്കെ ചെയ്യാം. ഏതായാലും വിഷ്ണു ഭഗവാന്റെ അവതാരമൂർത്തി ക്ഷേത്രങ്ങളിൽ അർച്ചന നടത്തിയാലും ധാരാളമാണ്. കൃത്യമായിട്ടത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മാസത്തിലൊന്നെങ്കിലും അർച്ചന ചെയ്യണം. ശിവന് കൂവളമാല സമർപ്പിക്കുക. ശനിയുടെ ദോഷം മാറാൻ പ്രധാനമായിട്ടും ശനിദേവന് എള്ളുതിരി തെളിയിക്കുകയും ശാസ്താവിന് നീരാഞ്ജനം, അർച്ചന, നെയ്വിളക്ക്, എള്ളുപായസം ഇവയിലേതെങ്കിലുമൊക്കെ വഴിപാടുകൾ സമർപ്പിക്കുക. മനസ്സർപ്പിച്ച് പ്രാർത്ഥിക്കുകയും വേണം. ശ്രീകൃഷ്ണ ഭഗവാന് പ്രത്യേകമായിട്ട് അർച്ചന ചെയ്യുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ ഗുണകരമാണ്. വിദ്യാകാര്യങ്ങളിൽ തടസ്സമുണ്ടാകാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. ഭദ്രകാളിക്ക് ചുവന്ന പട്ട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഈ സമയത്തുണ്ടാകുന്ന ശത്രുദോഷങ്ങൾക്ക് നല്ലൊരു അളവ് വരെ പരിഹാരവും കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. പിന്നെ വിവാഹ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് പ്രാർത്ഥിച്ച് ചെയ്യുക. സുബ്രഹ്മണ്യ സ്വാമിക്ക് വഴിപാട് ചെയ്യുന്നതും വളരെ ഉത്തമമാണ്. പ്രത്യേകിച്ച് ചൊവ്വയുടെ മൗഢ്യമുള്ള സമയമായതുകൊണ്ട് ഭദ്രകാളി ദേവിക്കും സുബ്രഹ്മണ്യ സ്വാമിക്കൊക്കെ വഴിപാട് ചെയ്യുന്നത് പല കാര്യങ്ങളിലും ഗുണകരമാണ്. നമ്മുടെ ഉത്സാഹമൊക്കെ വർദ്ധിക്കാനുമൊക്കെ നല്ലതാണ്. അപ്പോൾ എന്താണെങ്കിലും പൂരാട നക്ഷത്രക്കാർ കൃത്യമായിട്ട് ഈ വഴിപാടുകളൊക്കെ ചെയ്യുന്നത് അവരുടെ ജീവിതത്തിൽ നല്ലൊരളവ് വരെ സമാധാനവും ശാന്തിയൊക്കെ കൈവരിക്കാൻ ഉപകരിക്കും. പ്രായേണ വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ കുറേ കർമ്മങ്ങളും മംഗളകാര്യങ്ങളും ഒക്കെ ജീവിതത്തിൽ നടക്കും. രണ്ടാമത്തെ പകുതി ഒരല്പം ബുദ്ധിമുട്ടുമായിരിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് പൊതുഫലങ്ങളായിട്ട് അവർക്ക് അവരുടെ ഭാഗത്തു നിന്ന് പറയാനുള്ളത്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും പരിചയക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. എല്ലാവർക്കും നന്മയുണ്ടാകാനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ വർഷം വളരെ ഗുണകരമാകട്ടെ. നമസ്കാരം.